PeaceRadio ServiceSahayiലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. കേരള ട്രഷറി കോഡിൻ്റെ പാർട്ട് 1 എന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ മൂന്നാമത്തെ എപ്പിസോഡിലാണ് നമ്മളുള്ളത്. പതിവ് പോലെ സെയിൻറ്റ് മാഷ് കൂടെയുണ്ട്. സർ, മൂന്നാമത്തെ പാട്ടിലേക്ക് കിടക്കാം. ഈ റിസർവ് ബാങ്ക്, ഗവർണർ, അതുപോലെ ഡെപ്പോസിറ്റുകൾ, ഗവൺമെൻറ് അക്കൗണ്ട് തുടങ്ങിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, അക്കൗണ്ടൻറ്റ് ജനറൽ എന്നീ മേഖലകളിലും അവരുടെ ഡെലിഗേഷൻ പവറുകളുമായി ബന്ധപ്പെട്ട ചില സംഗതികളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതിനിടയിൽ ഒരു ആൾ അഡ്ജസ്റ്റ്മെൻറ്റ് എഗൻസ്റ്റ് ദ ബാലൻസ് ഓഫ് എ സ്റ്റേറ്റ് ബൈ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ടു ദി അനദർ ഗവൺമെൻറ് ഷാൽ ബി മെയ്ഡ് ത്രൂ സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. ഈ സെക്ഷനിലാണ് ഒരു സംസ്ഥാനത്തിനുള്ള ക്രെഡിറ്റും ഡെബിറ്റും എങ്ങനെ മറ്റൊരു സംസ്ഥാനവുമായിട്ടുള്ള ക്രെഡിറ്റും ഡെബിറ്റും. അപ്പോൾ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി കേരള സംസ്ഥാനം പണം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കണ്ടേ? തിരിച്ചു കൊടുക്കണം. പക്ഷെ ഇവിടെ ക്രെഡിറ്റ് ചെയ്തു, അതിനി ഇവിടുന്ന് ഡെബിറ്റ് ചെയ്യണം. എന്നിട്ട് എവിടെ ക്രെഡിറ്റ് ചെയ്യണം? കർണാടക ക്രെഡിറ്റ് ചെയ്യണം. ആ പരിപാടി നടക്കണമെങ്കിൽ, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഈ വിധത്തിലുള്ള ഇടപാട് നടക്കണമെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ സെൻട്രൽ അക്കൗണ്ട് സെക്ഷനിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. തമ്മിൽ അതുവഴി നടക്കുള്ളൂ. അത് അല്ലെങ്കിൽ ഇവർ തർക്കം ഉണ്ടാക്കൂലേ. മാത്രമല്ല അവിടെ തന്നില്ല, പറയും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആകെ പ്രശ്നം ഉണ്ടാക്കും. സംസ്ഥാന ഗവൺമെൻറ്റൊക്കെയാണ് ഇപ്പോൾ ആകെ പ്രതിസന്ധിയില്ല, കിട്ടാനുള്ളത് മുഴുവൻ ചോദിച്ചോ. എല്ലാ ഗവൺമെൻറ്റുകളും അങ്ങനെ ഒരുപാട് ഫണ്ടിങ്ങുകളും മറ്റു കാര്യങ്ങളും വരും. അപ്പോൾ മറ്റൊരു സംസ്ഥാനത്തിൻ്റെ അക്കൗണ്ടുകൾ, അപ്പോൾ അതൊരു സ്റ്റേറ്റ്, ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ഈ സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അങ്ങനെ ഒരു സംഗതിയുണ്ട്. അപ്പോൾ സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ്റെ ഡ്യൂട്ടി എന്താണ്? അപ്പോൾ ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് ദ അക്കൗണ്ട്സ്, ക്രെഡിറ്റ് ആൻഡ് അക്കൗണ്ട്. ഇനി ആ സെൻറ്റൻസ് നോക്കുക. ആൾ അഡ്ജസ്റ്റ്മെൻറ്റ് എഗൻസ്റ്റ് ദ ബാലൻസ് ഓഫ് എനി സ്റ്റേറ്റ് ബൈ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ടു അനദർ ഗവൺമെൻറ്. ബാലൻസ് ഓഫ് എനി സ്റ്റേറ്റ്, ഏതൊരു സ്റ്റേറ്റിൻ്റെയും ബാലൻസ്, ക്രെഡിറ്റ് ഓർ ഡെബിറ്റ്, രണ്ടും ആവാം. കടമാവാം, ക്രെഡിറ്റ് ആവാം, അല്ലെങ്കിൽ ഡെബിറ്റ് ആവാം. കിട്ടിയത് തിരിച്ചു കൊടുക്കലാവാം. എന്തായാലും ഉള്ളതെന്ന് കുറച്ച്. ഡെബിറ്റ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള കൊടുക്കലും വാങ്ങലും, ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ്. അത് ഷാൽ ബി മെയ്ഡ് ത്രൂ സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 29ാമത്തെ റൂളിലാണ് ഈ സംഗതി പറയുന്നത്. കേരള ട്രഷറി കോഡിൻ്റെ പാർട്ട് 1 29ാമത്തെ റൂളിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. നെക്സ്റ്റ്, ക്യാഷ് പ്രോപ്പർട്ടി ഫൗണ്ട് ഓൺ ദി പേഴ്സൺ ഓഫ് എ പ്രിസണർ, തടവുകാരൻ, പ്രിസൺ, at the time of his admission to the jail should be deposited in treasury. അപ്പോൾ അത് ട്രഷറിയിൽ എവിടെ അക്കൗണ്ട് ചെയ്യുക? ഡെപ്പോസിറ്റഡ് എവിടെയാവും? തിരിച്ചു കൊടുക്കണം. അപ്പോൾ പബ്ലിക് അക്കൗണ്ടിൽ ചോദ്യമാണ്. അപ്പോൾ ജയിലിലേക്ക് ഒരു ഇംപ്രിസൺമെൻ്റ് ആകുന്ന ഒരു പേഴ്സൺ പ്രിസണിൽ വരുമ്പോൾ അയാളെ പരിശോധിച്ചേക്കാൻ അയാളെടുത്ത് കുറച്ച് കാശ് കിട്ടും. കാശ് കൊടുക്കൂല, വാങ്ങി വെച്ചിട്ട് അത് ജയിലറുടെ കയ്യിൽ വെക്കാനൊന്നും പറ്റില്ല. അത് ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ഇയാളെ റിലീസ് ചെയ്യുമ്പോൾ ആ ഡെപ്പോസിറ്റ് റിലീസാക്കിയിട്ട് ഇയാൾക്ക് തിരിച്ചു കൊടുക്കണം. അതുവരെ അത് എവിടെ കിടക്കും? പബ്ലിക് അക്കൗണ്ട് ട്രഷറിയിലെ പബ്ലിക് അക്കൗണ്ട് കിടക്കും. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണല്ലോ. Treasury officer has the authority to make payment by or under the rules of KTC. KTCയിലെ നിയമങ്ങൾ അനുസരിച്ച് ട്രഷറി ഓഫീസർ ഹാസ് ദ അതോറിറ്റി ടു മേക്ക് പേയ്മെൻറ്റ്സ്. ട്രഷറി ഓഫീസറാണ് പണം കൊടുക്കാനുള്ള അതോറിറ്റി. ട്രഷറിയിൽ നിന്നും പണം കൊടുക്കാനുള്ള അതോറിറ്റി എന്ന് പറയുന്നത് ട്രഷറി ഓഫീസറാണ്. Treasury officer shall be responsible the accountant general for acceptance and withdrawal of money from treasury. പണം സ്വീകരിക്കാനും പിന്നെയോ ട്രഷറി ഓഫീസർ ഷാൽ ബി റെസ്പോൺസിബിൾ ദ അക്കൗണ്ടന്റ് ജനറൽ ഫോർ ആക്സെപ്റ്റൻസ് ആൻഡ് വിഡ്രോവൽ ഓഫ് മണി.
സ്വീകരിക്കാനും പിൻവലിക്കാനും ഉള്ള അധികാരം ട്രഷറി ഓഫീസർക്കാണ്. അത് റൂൾ 20 പറയുന്നത്. അങ്ങനെ താഴ്മയിലേക്ക് കയറി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്തതാണ്, ട്രഷറി ഓഫീസർ ഷാൽ കറക്റ്റ് an arithmetical error in the bill presented for payment. ഒരാളും വിശ്വസിക്കില്ലത് ചെയ്യാനാണല്ലേ. ഒരു ബില്ലിലെ അരിത്തമെറ്റിക്കൽ എറർ, കണക്കൂട്ടിയിലെ തെറ്റ്, എഴുതിയ തെറ്റ്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും. 2,36,782 എന്നുള്ളത് 872 എന്ന് എഴുതിയിട്ടുണ്ടാവും. ദിറ്റ് ഈസ് എൻ അരിത്തമെറ്റിക്കൽ എറർ. ബാക്കിയെല്ലാം കറക്റ്റാണ്. കൂട്ടിയത് തെറ്റി എന്നുള്ളതാണ് മനസ്സിലാവുക, അല്ലെങ്കിൽ എഴുതിയത് തെറ്റിയാണ്. അപ്പോൾ അരിത്തമെറ്റിക്കൽ ഓർ ന്യൂമെറിക്കൽ എറർ ഇറ്റ് ക്യാൻ ബി കറക്റ്റഡ് ബൈ ദി ട്രഷറി ഓഫീസർ, ബട്ട് ദ ഫാക്ട് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദി ഡ്രോയിങ് ഓഫീസർ. ആ ഫാക്ട് എന്ത് ചെയ്യണം? അവിടെ അറിയിക്കണം. അപ്പോൾ ഇതൊക്കെ ട്രഷറി ഓഫീസർമാരോട് പോയി പറഞ്ഞാൽ അതല്ല പണിയില്ല. ഞാൻ പറയാം, ട്രഷറി എന്ന് പറഞ്ഞ ആൾക്കാരനെ പൊതുവെ കുറച്ച് ദേഷ്യം കൂടിയവരതാ. അതെന്താ കാരണം? അവർ പണത്തിൻ്റെ മുകളിലായിരിക്കണത്. അത് വാങ്ങിക്കൊണ്ടാകാൻ വേണ്ടി ആൾക്കാരിങ്ങനെ വരും. അതൊന്നും അവർക്കൊട്ട് എടുക്കാനും പറ്റില്ല. അവർ നിധികാക്കും ഭൂതമാണ്. അപ്പം ഭൂതത്തിന് കിടപ്പം ചിലപ്പം എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ദേഷ്യം വരില്ല. ഈ വന്നവരൊക്കെ ഇത് വാങ്ങിച്ചുകൊണ്ട് അവർക്ക് നിന്നിട്ട് എടുക്കാനും പാടില്ല. വേഗം പോകണമെന്ന് മാത്രമേ എല്ലാം പെർഫെക്റ്റ് ആവണം. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. മാത്രമല്ല ഇവരുടെ തലയിൽ വൈകുന്നേരം കാശ് അധികം കണ്ടാൽ തലവേദന കൂടും. കുറഞ്ഞാൽ കയ്യിൽ നിന്ന് എടുത്ത് വെക്കും വേണം. അത് വരാൻ പോണ്ട്. എക്സസ് ഇൻ ക്യാഷ് കണ്ടാൽ എന്ത് ചെയ്യണം? കെപ്റ്റ് അണ്ടർ ഡെപ്പോസിറ്റ്. ഡെഫിഷ്യൻസി ഇൻ ക്യാഷ് ഷുഡ് ബി മെയ്ഡ് ഗുഡ് അറ്റ് വൺസ് ഫ്രം ബൈ ദ പേഴ്സൺ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ. ഉത്തരവാദിത്വം വെക്കണം. ഈ ജാതി നിയമമുള്ളൊരു ട്രഷറിയിലാണ്. അപ്പോൾ ഈ മാത്രമല്ല ഈ ക്യാഷ് കൗണ്ടർ ജയിൽ പോലെയാണല്ലോ. ശരിക്കും ക്യാബിനാണ്. അതിനുള്ളിലാണ് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ ഒറ്റയ്ക്ക് ഉണ്ടാവുക അല്ലല്ല. കാരണം എന്ത് ചെയ്യണം? അതിൽ കൊടുക്കലും വാങ്ങലും ഒക്കെ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തമാണ്. ട്രഷറിൻ്റെ അടുത്ത് പോയാൽ എത്ര കാശ് വേണമെങ്കിൽ കിട്ടും. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചാൽ കൊടുക്കുമ്പോൾ റെസീറ്റ് പേയ്മെൻറ്റ്സ് ടാലി ചെയ്യണം, ഈക്വൽ ആവണം. ₹1 വ്യത്യാസം വരാൻ പാടില്ല. കുറവ് വന്നാലോ കയ്യിൽ നിന്ന് എടുത്ത് വെച്ചോളാം. എന്നാൽ ഇന്ന് ഇപ്പോൾ കയ്യിൽ നിന്ന് എടുത്ത് വെച്ചു, നാളെ അധികം വന്നപ്പോഴോ അധികം വന്ന് മിണ്ടാതെ എടുത്ത് പോക്കറ്റ് വെക്കാൻ പറ്റില്ല. അതാ തലവേദന കൂടി. അത് ഡെപ്പോസിറ്റിലേക്ക് മാറ്റണം, റെക്ടിഫൈ ചെയ്യണം, എവിടെ വന്നു നോക്കണം. മാത്രമല്ല ചെക്ക് ചെയ്യണം അത് ആരുടെ കയ്യിൽ നിന്നാണ് വന്നത് നോക്കണം. പബ്ലിക്സിൽ നിന്നാണ് വന്നതെന്നുള്ളത് ബോധ്യപ്പെട്ട അവർക്ക് തിരിച്ചു കൊടുക്കണം. അതുവരെക്കും എന്ത് ചെയ്യാൻ പാടില്ല? തൊടാൻ പാടില്ല. ഡെപ്പോസിറ്റിലേക്ക് മാറ്റി, റവന്യൂ ഡെപ്പോസിറ്റിൽ മാറ്റാണ്. അന്വേഷണമൊക്കെ കഴിഞ്ഞ് പൂർത്തിയായി അത് കിട്ടിയില്ല നിൽക്കുക, ആരിനും കിട്ടിയില്ല, അതിന് അവകാശം വന്നില്ലെങ്കിൽ ഷുഡ് ബി ക്രെഡിറ്റഡ് ഇൻ ടു ഗവൺമെൻറ് അക്കൗണ്ട്സ്. അവർ ഡെപ്പോസിറ്റിൽ നിന്ന് മാറിയിട്ട് അക്കൗണ്ടിലേക്ക് മാറ്റും. ഉണ്ടോ? അങ്ങനെയാണ്. അപ്പോൾ കാശ് കുറവ് വന്നാൽ പിന്നെ ഇവർക്ക് ദേഷ്യം വരാതിരിക്കും. ആർക്കാ ദേഷ്യം വരാതിരിക്കുക? സ്വാഭാവികമാണല്ലോ. ട്രഷറി ഓഫീസർ റിപ്പോർട്ട്സ് ദ പേയ്മെൻറ്റ്സ് അണ്ടർ സ്പെഷ്യൽ ഓതറൈസേഷൻ ബൈ ദി കളക്ടർ ടു ദി അക്കൗണ്ടന്റ് ജനറൽ. ഈ കളക്ടർ ക്യാൻ മേക്ക് പേയ്മെൻറ്റ് ഫോർ അർജൻറ്റ് payments for the relief due to natural calamity or otherwise. ദുരന്തങ്ങളുടെ അവസ്ഥയിലോ പ്രകൃതി ദുരന്തം മൂലമോ മറ്റേതെങ്കിലും കളക്ടർക്ക് എന്ത് ചെയ്യും? അർജൻറ്റ് പേയ്മെൻറ്റ് നടത്തിയതിന് ഉത്തരവിടാൻ പ്രൊവിഷനുണ്ട്. കളക്ടർ ഉത്തരവ് കിട്ടിയാൽ ട്രഷറി ഓഫീസർ അത് കൊടുക്കണം. പക്ഷേ ദ ഫാക്ട് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദി അക്കൗണ്ടന്റ് ജനറൽ. കാരണം ഓതറൈസേഷൻ ഇല്ല. പക്ഷേ കളക്ടർക്ക് അങ്ങനെ ഒരു പ്രത്യേക അധികാരമുണ്ട്. കളക്ടർ എന്ന് പറയുന്നത് ജില്ലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡാണ്, ജില്ലാ ഭരണ മേധാവിയാണ്, അതുപോലെ തന്നെ ജില്ലാ ജഡ്ജിയുമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കളക്ടറുടെ ഉത്തരവ് പ്രകാരം കാശ് കൊടുക്കുക എന്നുള്ളത് റൂൾ 23 പറയുന്നു, കളക്ടേഴ്സ് പേയ്മെൻറ്റ്. അപ്പോൾ കളക്ടറുടെ ഉത്തരവ് പ്രകാരം കാശ് കൊടുക്കാം. ട്രഷറി ഓഫീസർ ഉടനെ എന്ത് ചെയ്യണം? AG അറിയിക്കണം. The form of LPC is prescribed by C&A. LPC മാത്രമല്ല, എല്ലാ ഫോമുകളും അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് AG ആണ്. In real cases of emergency, a collector may be
an order in writing authorize and require a treasury officer to make a payment without authorization from the accountant general. എന്നർത്ഥം പറഞ്ഞതിന് മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചു വന്നത്. The general principles and accounts relating to treasury rules are laid down in Kerala Account Code Volume 2. അത് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 ആണ്. ചെറിയൊരു പുസ്തകമുണ്ട്, 120 ആർട്ടിക്കിളുള്ള. കേരള അക്കൗണ്ട് കോഡിന് 3 വോളിയുണ്ട്. KAC. അതിൽ ഒന്നാമത്തെ വോളിയം സർക്കാർ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ വോളിയം ട്രഷറി അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തെ ഡിവിഷണൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാണ്. പക്ഷേ അക്കൗണ്ട് കോഡാണ് പേര്. അപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടാണ് ഈ PWD, ഫോറസ്റ്റ്, അവരൊക്കെ ഡിവിഷണൽ അക്കൗണ്ടിങ്ങിൻ്റെ മേഖലയിലുള്ളവരാണ്. നമ്മളെപ്പോലുള്ള ജീവനക്കാരൊക്കെ എന്ത് ചെയ്യാണ്? ഗവൺമെൻറ് അക്കൗണ്ട്സുകളാണ്. ആ ഗവൺമെൻറ് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അക്കൗണ്ട് കോഡ് 1-ലും, ഡിവിഷണൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അക്കൗണ്ട് കോഡ് 3-ലും പറയുമ്പോൾ അക്കൗണ്ട് കോഡ് 2 ട്രഷറി അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അതിൽ പറയുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. എന്താണ് ഇനി നോക്കിക്കോ. The general principles and accounts relating to treasury rules are laid down in Kerala Account Code Volume 2. Next, in bank treasuries, pension payment and savings bank business are conducted. PTSBയും TSBയും രണ്ട് തരം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ഏതൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2 തരം ട്രഷറി ഉണ്ട്. ബാങ്ക് ട്രഷറിയും നോൺ ബാങ്ക് ട്രഷറിയും ഉണ്ട്. ബാങ്ക് ട്രഷറിയിൽ ക്യാഷ് ബിസിനസ്സുകളെല്ലാം ബാങ്കിലൂടെ നടക്കുക. പക്ഷേ പെൻഷൻ പേയ്മെൻറ്റും സേവിങ്സ് ബാങ്കിൻ്റെ പേയ്മെൻറ്റുമായ പണമിടപാടുകൾ അത് ട്രഷറി കൗണ്ടറിലൂടെ നേരിട്ടാണ് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദി ഹെഡ് ഓഫ് ദി അക്കൗണ്ട് ബ്രാഞ്ച് ഇൻ ട്രഷറി ഈസ് ഹെഡ് അക്കൗണ്ടൻറ്റ്. ദ ഹെഡ് ഓഫ് ദി അക്കൗണ്ട് ബ്രാഞ്ച്, അതും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രഷറിക്ക് 2 വിങ്ങുണ്ട്. ഒന്ന് ക്യാഷ് ആൻഡ് വാല്യുബിൾസ്, ക്യാഷ്, സ്റ്റാമ്പ്സ്, OPM, ഗഞ്ച തുടങ്ങിയ സംഗതികളൊക്കെ കൂടെ സൂക്ഷിക്കുന്ന ഒരു സെക്ഷനുണ്ട്. ആ സൂക്ഷിപ്പുകാരൻ്റെ മേധാവിയുടെ പേര് ട്രഷറർ എന്നാണ്. വിവിധ സെക്ഷനുകളായിട്ടുള്ള സംഗതി ഉണ്ട്. ആ സെക്ഷനുകൾക്ക് നേരെ മുകളിൽ ഒരു സൂപ്രണ്ട്, അക്കൗണ്ടൻറ്റ്. അപ്പോൾ അക്കൗണ്ടുകളുടെ മേലെ സൂക്ഷിക്കുന്ന ആളുടെ പേര് ദ ഹെഡ് ഓഫ് ദി അക്കൗണ്ട് ബ്രാഞ്ച് ട്രഷറി, അതിൻ്റെ പേരാണ് ഹെഡ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഹെഡ് അക്കൗണ്ടൻറ്റ്, മറ്റത് ട്രഷറർ. റീട്രെഞ്ച്മെൻറ്റ് ഓർഡർ is an intimation from accountant general to treasury officer that money has been irrecoverably withdrawn by a government officer and that certain sum should be recovered from him is retrenchment order എന്ന് പറയും. തെറ്റായ രീതിയിൽ ക്ലെയിം ചെയ്തതായിരിക്കുന്ന ഒരു പണം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ട്രഷറി ഓഫീസർക്ക് നൽകുന്ന അക്കൗണ്ടന്റ് ജനറലിൻ്റെ ഉത്തരവിൻ്റെ പേരാണ് റിട്രഞ്ച്മെൻറ്റ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ റിട്രഞ്ച്മെൻറ്റ് ഓർഡർ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ പേയ്മെൻറ്റ് ഓഫ് എൻഹാൻസ്ഡ് റേറ്റ് ഓഫ് DA may be paid to gazetted officers by treasury officer without authorization from accountant general. അക്കൗണ്ടന്റ് ജനറലിൻ്റെ ഉത്തരവില്ലാതെ ഗസറ്റഡ് ഓഫീസർമാർക്കൊന്നും കൊടുക്കാൻ പാടില്ല. ഇൻക്രിമെൻ്റ് കൊടുക്കാൻ പാടില്ല. ലീവ് സാലറി കൊടുക്കാൻ പാടില്ല. പക്ഷേ DA വർധനവ് കോമൺ ഓർഡർ കൊണ്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിനെന്ത് വേണ്ട? AGൻ്റെ ഓതറൈസേഷൻ പ്രത്യേകം ആവശ്യമില്ല എന്നുള്ളതാണ്. ഇങ്ങനെ തുടർന്നു പോകുന്ന കാര്യങ്ങളാണ് നമ്മളുടെ ട്രഷറി കോഡിലെ 1ാമത്തെ പാർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അർത്ഥം. 2ാം പാർട്ടും ഇതിൻ്റെ അഡീഷനായിട്ട്, പാർട്ട് 1ൻ്റെ അഡീഷനായിട്ട് പറയുന്നത് ദി അക്കൗണ്ടൻറ്റ് ജനറൽ ഓഫ് എ സ്റ്റേറ്റ് കീപ് ദ അക്കൗണ്ട് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഓഡിറ്റ് ദ സെയിം ഓൺ ബിഹാഫ് ഓഫ് C&AG. വീണ്ടും പറയുകയാണ്, ദ ടേം ഗവൺമെൻറ് അക്കൗണ്ട് മീൻസ് ദ കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട് ആൻഡ് പബ്ലിക് അക്കൗണ്ട്. A sum deposited with any court is to be paid into public account. ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞതിനെ ഒന്ന് എന്ത് ചെയ്യാണ്, സമ്മപ്പ് ചെയ്യണം. പോയിന്റ് ആയിട്ട്. The transit pay and allowances of non-gazetted officer promoted as gazetted officer can be disbursed on getting authorization from accountant general.
Payment of honorarium to gazetted officers for conducting classes for part-time course can be paid without the authorization of AG. നമ്മൾ ഈ പാർട്ടിൽ പറഞ്ഞതിൻ്റെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ all claim of a retired gazetted officer shall be paid by the treasury officer on respect of the undertaking rule 18. An officer whose last pay certificate has been issued may be permitted to draw on the surrender of last pay certificate LPC. ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ഏത് പിന്നെ പാർട്ട് 1-ലെ ഏതാനും കാര്യങ്ങൾ. When an officer makes over charge of his office, he shall send the specimen signature of the relieving officer to the treasury in form 74A. സ്പെസിഫിക് സിഗ്നേച്ചർ കാർഡിനെ കുറിച്ച് പറഞ്ഞത്. ഇൻസ്ട്രക്ഷൻ ഫോർ ട്രാൻസ്ഫർ ഓഫ് ഗവൺമെൻറ് മണി ഫ്രം വൺ ട്രഷറി ടു അനദർ, കറൻസി ചെസ്റ്റ് ബാലൻസ് ടു ട്രഷറി ബാലൻസ് എക്സെട്ര ആർ ഇഷ്യൂഡ് ബൈ എ ഗവർണർ ഇൻ കൺസൾട്ടേഷൻ വിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ ചാപ്റ്ററിൽ പറഞ്ഞ കാര്യങ്ങളെ കൺസോളിഡേറ്റ് ചെയ്ത് പോയിന്റ് മാത്രമാക്കിയിട്ട് ഇതുവരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതിനെ എന്ത് ചെയ്യാണ്, വീണ്ടും പറയുന്നത് എന്തിനാണ്, ഈ ഒരു പാർട്ടിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. എസെൻസ് എടുത്ത് പറയുന്നു. ആൾ അഡ്ജസ്റ്റ്മെൻറ്റ് എഗൻസ്റ്റ് ദ ബാലൻസ് ഓഫ് ദി സ്റ്റേറ്റ് ബൈ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ടു അനദർ ഗവൺമെൻറ് ഷാൽ ബി മെയ്ഡ് through the central account section of the Reserve Bank of India. The account maintained by an officer should be reconciled with the treasury accounts periodically at least once in 3 months. അത് പുതിയതാണ്. 3 മാസത്തിലൊരിക്കൽ എന്താണ് റീകൺസിലേഷൻ നടത്തണം. ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇൻ വിച്ച് നോ ട്രാൻസാക്ഷൻ ഹാസ് ബീൻ ടേക്കൺ പ്ലേസ് ഫോർ 5 years ആർ ട്രീറ്റഡ് ആസ് അൺഓപ്പറേറ്റഡ് അക്കൗണ്ട്. 5 കൊല്ലമില്ലാത്ത SB അക്കൗണ്ടുകൾ. ദ പീരീഡ് ഓഫ് കറൻസി ഓഫ് സേവിങ്സ് ബാങ്ക് ചെക്ക് ഈസ് 3 months from the date of issue. The register of deposit in treasury shall be preserved for 20 years. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അധികമായിട്ട് പറയുന്നുണ്ട്. The director of treasury shall inspect each district treasury at least once in a year. വർഷത്തിലൊരിക്കൽ എന്ത് ചെയ്യണം, പിന്നെ ഡയറക്ടർ ട്രഷറി ഇൻസ്പെക്ട് ചെയ്യണം. The deposit register maintained in each treasury has to be examined by the treasury officer himself at least once in 3 months. 3 മാസത്തിലൊരിക്കൽ ട്രഷറി ഓഫീസർ. Each district treasury will be inspected by an officer of Indian Audit Department periodically. അല്ല, ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പീരിയഡിക്കലി സമയം പറയുന്നില്ല, ഇങ്ങനെ പീരിയോഡിക്കലായിട്ട് നോക്കി ഇടയ്ക്കിടയ്ക്ക് നോക്കണം എന്നർത്ഥം. The director of treasury shall verify the cash balance in district treasury at least once in a year. The validity period of authorization issued by the accountant general for non-recurring payment to gazetted government officer is 3 months. Authorization കിട്ടിയാൽ അതിന് 3 മാസമേ വാലിഡിറ്റി ഉള്ളൂ. The assistant collector, probationary deputy collector should undergo training in the district treasury for 1 month. 1 മാസം പരിശീലനകാലം. ആരൊക്കെ? അസിസ്റ്റന്റ് കളക്ടറും പ്രൊബേഷണറി ഡെപ്യൂട്ടി കളക്ടറും ഒക്കെ എന്ത് ചെയ്യണം, കളക്ടറാകാൻ പോണാണ്, 1 മാസം ട്രഷറിയിൽ പെരുമാറണം, പഠിച്ചെടുക്കാൻ. ഇതിനൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. The period of preservation of register of power of attorney, succession certificate, etc. should not be destroyed in permanent reload. അപ്പൻഡിക്സ് 25 പറയുന്നതാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ലാപ്സ്ഡ് ഡെപ്പോസിറ്റ് സൂക്ഷിക്കേണ്ട കാര്യം പറയുന്നുണ്ട്. ദ ജോയിൻറ്റ് ഡയറക്ടർ, റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ട്രഷറീസ് ആർ ആൾസോ എംപവേർഡ് ഫോർ ദി inspection of sub-treasuries under their jurisdiction once in 2 years. The Director of Treasury shall conduct surprise verification of cash balance in each district treasury once in 3 months. വെരിഫിക്കേഷൻ പറഞ്ഞൊരു കൊല്ലാണ്, സർപ്രൈസ് 3 മാസത്തിലൊരിക്കൽ പെട്ടെന്ന് വന്നിട്ട് പരിശോധിച്ച് നോക്കണം എന്നാണ് പറയുന്നത്. Treasury officer shall examine the deposit register once in 3 months. The treasury officer shall verify the cash balance in sub-treasury at least twice a month. ഇങ്ങനെ
കുറേ ഇമ്പോർട്ടൻ്റ് കാര്യം ഈ കാര്യം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യമേ നമ്മൾ പറഞ്ഞ ഈ 3 എപ്പിസോഡുകളിലായി പറഞ്ഞ കാര്യം തന്നെ ജസ്റ്റ് പോയിൻ്റായിട്ട് അതിൽ വെരി ഇമ്പോർട്ടൻ്റ് ഒന്നുകൂടെ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ രീതിയിൽ പാർട്ട് 1 പറയാവുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇതിലെ നമ്മുടെ ശ്രോതാക്കൾക്ക് കേരള ട്രഷറി കോഡ് എന്ന് പറഞ്ഞ അതിസങ്കീർണമായ റൂളുകൾ, ചട്ടങ്ങൾ എന്ന് പറയുന്നത് അതിസങ്കീർണമായ ചട്ടങ്ങളാണ്. കാരണം പണവും പണമിടപാടുകളുമായിട്ടുള്ളതാകുമ്പോൾ തന്നെ സങ്കീർണത കൂടും. അതിനെ നമ്മൾ ലളിതമാക്കി എന്നുള്ള ഒരു മനസ്സമാധാനത്തോടു കൂടി പാർട്ട് 1 എപ്പിസോഡ്, ഈ 3 എപ്പിസോഡോടുകൂടി പാർട്ട് 1 നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. എല്ലാ ശ്രോതാക്കൾക്കും ഇത് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി. സർവീസ് സഹായിലുള്ള കേരള ട്രഷറി കോഡിൻ്റെ പാർട്ട് 1 ഏതാനും 3 എപ്പിസോഡ് നമ്മൾ പൂർത്തിയാക്കി. ശ്രോതാക്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തേടുന്നു. നന്ദി. താങ്ക് യു ആൾ.